ഹലോ, ഞാൻ രാവിലെ ഇങ്ങനെ ഓടിപ്പോകുന്നതേ ഒരു സന്തോഷമുള്ള കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണ പട്ടാമ്പിയിൽ നിന്ന് കൊണ്ടുവന്ന 10 മണിപ്പൂ ഇതാ വിരിഞ്ഞിരിക്കുന്നുണ്ട്. ആദ്യത്തെ പൂവാണ്. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം നിങ്ങളുമായിട്ടും കൂടെ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ഇതൊന്നും നിങ്ങളെ സംബന്ധിച്ച് വലിയ കാര്യമായിരിക്കില്ല. എന്തായാലും ഈവൻ്റെ ഒരു വലിയ ഉമ്മ വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ തന്നെ ഭഗവാൻ ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്ന് നമ്മളൊന്ന് ഉഷാറായി വരും. ഇവന് ഇപ്പോൾ സ്കൂള് 7:30 പോകണം കേട്ടോ. 7:45 വണ്ടി വരും. അപ്പോൾ ഡാഡ മോയ്സ്ചറൈസറൊക്കെ തേച്ച് കൊടുത്ത് സുന്ദര കുട്ടപ്പിയാക്കുന്നുണ്ട്. ഇതൊക്കെ ഡാഡയുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഡാഡ ആണ് എല്ലാം റെഡിയാക്കുന്നത്. ഞാനപ്പോഴേക്കും ലഞ്ചും സ്നാക്സും ഒക്കെ റെഡിയാക്കും. എന്തായാലും അങ്ങനെ രണ്ടുപേരും നമ്മുടെ ഡ്യൂട്ടീസൊക്കെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരൻ സ്പൈഡർമാൻ്റെ ഒരു വലിയ ആരാധകനാണ് കേട്ടോ. അതുകൊണ്ടാണ് വാട്ടർ ബോട്ടിലും ബാഗും എല്ലാം സ്പൈഡർമാൻ്റെത്. എന്തായാലും റെഡി ആയിട്ട് രണ്ടുപേരും താഴെ കൂടെ പോകുന്നുണ്ട്. കണ്ടോ, രാവിലെ നല്ല തണുപ്പും നല്ല കാറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് കട്ടിയുള്ള ഡ്രസ്സൊക്കെയാണ് ഇവനെ ഇടിക്കുക കേട്ടോ. ഇവര് പോയി കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് രാജ് ഷമാനിയുടെ പോഡ്കാസ്റ്റ് കാണുക എന്നുള്ളതാണ്. അതിപ്പോൾ ഒരു സ്ഥിരം ഒരു ഹാബിറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എഴുതി വെക്കാറുമുണ്ട്. ഭക്ഷണമൊക്കെ കുറച്ച് നോക്കിയാലോ എന്നിങ്ങനെ ആലോചിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദോശ കഴിക്കുന്നിടത്ത് 1 ദോശയെ കഴിക്കുന്നുള്ളൂ. വണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കണമെന്നേ, അല്ലാണ്ട് പറ്റില്ല. പിന്നെ ഈ മഴയും കാറ്റും ഒക്കെ ആണെന്ന് വിചാരിച്ച് ആരും വെള്ളം കുടിക്കാതിരിക്കരുത് കേട്ടോ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഉച്ചയ്ക്ക് ആക്ച്വലി എനിക്ക് കുറച്ച് മടി തോന്നുന്ന സമയത്ത്, അതായത് കൂട്ടാനും ഉപ്പേരിയൊക്കെ വെക്കാൻ മടി തോന്നുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഒരു സൂത്രക്കറിയാണ് ഇത് കേട്ടോ. തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഇട്ട് നന്നായിട്ടങ്ങ് മാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു ഉഗ്രൻ കറി റെഡി. കണ്ടു കഴിയുമ്പോൾ എരിവൊന്നും അത്ര കഴിക്കാത്തവരായിരിക്കും, ഈ കുട്ടി എത്ര എരിവ് കഴിക്കണേന്ന്. പക്ഷേ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അതുകൊണ്ട് അത്ര എരിവൊന്നുമില്ല. നല്ല ചൂട് ചോറിൻ്റെ കൂടെ വേണം കഴിക്കാനായിട്ട് കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. പറഞ്ഞിരുന്ന് 3 മണി ആവാറായി. ഈവന് വരാറായി. താഴേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ, കാറ്റിൻ്റെ അവസ്ഥ. നമ്മളും കൂടെ പറന്നു പോകുന്നുള്ള അവസ്ഥയിലാണ് കാറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ബദാമിൻ്റെ മരം ഒടിഞ്ഞു വീണിരിക്കുന്നത്. അതിന് നിറച്ച് ബദാമുണ്ട് കേട്ടോ. ഈ നിറച്ച് നിൽക്കുന്ന പൂവിൻ്റെ അവിടേക്കാണ് വീണത്. കുറച്ച് പൂവൊക്കെ ചതഞ്ഞു പോയി. എന്ത് രസമാണെന്നറിയോ ഇങ്ങനെ നിൽക്കണ കാണാനായിട്ട്. സ്വിമ്മിംഗ് പൂളിൻ്റെ ചുറ്റും ഇങ്ങനെ ഈ ഒരു പിങ്കും വൈറ്റും കളറിൽ നല്ല പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. നല്ല രസമാണ്. കുറേ ബദാമുണ്ട് ഈ മരത്തിൽ. മുഴുവനായിട്ട് വേരങ്ങ് ഇളകി പോയിട്ടില്ല. ചിലപ്പോൾ അവരത് പൊക്കി ഒന്നുകൂടെ വെക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ പച്ച ബദാം നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഓൺലൈനിൽ ഈ ഒരു പച്ച ബദാം ഇങ്ങനെ വിൽക്കാനായിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതും കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഞാനിതുവരെ കഴിച്ച് നോക്കിയിട്ടില്ല. ഒരു ദിവസം പറിച്ച് നോക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കണം. എന്തായാലും കാറ്റിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടില്ലേ. എനിക്ക് ഒട്ടും പറ്റാത്തൊരു ക്ലൈമറ്റാണ് ഇത്. എനിക്ക് കുറച്ച് അലർജിക് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട്. എന്നാലും എന്താ ചെയ്യുക, നമുക്കിവിടെ താഴെ വന്ന് ഈവനെ പിക്ക് ചെയ്തേ പറ്റുള്ളൂ. ഈവൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അത്. ഈവോ എന്തായാലും ആ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി കളിക്കാനായിട്ട്. ഞാനപ്പോൾ പച്ചക്കറിയും കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാൻ വന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷം. അടുത്ത വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവരും ടേക്ക് കെയർ.